ബ്ലെസ്സിങ്സ് എവരി വൺ. വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരും. ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദി പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ കുറിച്ചാണ്. 12 ശിഷ്യന്മാരിൽ തന്നെ 11 പേരുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അത് നിങ്ങൾക്കും അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് വീണ്ടും കാണുക. ഒരു ഷോർട്ട് മെസ്സേജസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കിന്ന് ജീവിത പാഠങ്ങളിൽ കർത്താവിൻ്റെ ശിഷ്യനായ യൂദയെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദ പ്രോക്സിമിറ്റി ടു ക്രൈസ്റ്റ് ഈസ് നോട്ട് സെയിം ആസ് ലോയൽറ്റി ടു ക്രൈസ്റ്റ്. അദ്ദേഹം 3.5 വർഷം മറ്റുള്ള ശിഷ്യന്മാരെ പോലെ തന്നെ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് വാസ് അൺചേഞ്ച്ഡ്. ഇറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 ഒരു 4 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദാ ഇസ്കര്യോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാതിരുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രനെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകൊണ്ടും അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രയേ പറഞ്ഞത്. അപ്പം ഈ മറിയ ഈ വില കൂടിയ സ്വച്ഛജട മാംസ തൈലം റാത്തിലെടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പൂശുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്. അതിൻ്റെ തുല്യമായ തുക യേശുവിൻ്റെ കയ്യിലല്ല, ഈ പണസഞ്ചിയിലെത്തി അതിൽ നിന്നും അദ്ദേഹത്തിന് മുക്കാൻ കഴിയും. ഈ 3.5 വർഷവും യേശുവിൻ്റെ ഫിനാൻഷ്യൽ മാനേജറായിരുന്ന യൂദ ഈ പണസഞ്ചിയിൽ നിന്ന് സമ്പത്ത് ഹല്ലേലൂയ അപഹരിക്കായിരുന്നു, സ്റ്റീൽ ചെയ്യായിരുന്നു. എത്രയോ സുവിശേഷീകരണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചർച്ചസിൽ നിന്ന് എത്രയോ പേർ ഹല്ലേലൂയ ഇദ്ദേഹം ചെയ്ത അതേ തെറ്റ് തന്നെ ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന സമ്പത്ത് എടുത്ത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അൾട്രാ ലക്ഷറിയസ് ലൈഫ്, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ ട്രാവൽ ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, പക്ഷേ അൾട്രാ ലക്ഷറിയസ് ലൈഫിന് വേണ്ടി ഹല്ലേലൂയ മിനിസ്ട്രിയിൽ വരുന്ന സമ്പത്തെടുത്ത് എത്രയോ പേർ ദുരുപയോഗം ചെയ്യുന്നു. ഇദ്ദേഹം ചെയ്ത അതേ തെറ്റല്ലേ അവരും ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഗ്രീഡ് ഓൾവേസ് ഡിസ്ട്രോയ്സ് ദ സോൾ. അത് ഒറ്റയടിക്ക് ഓരോ ദിവസം കൊണ്ട് നടക്കുന്നതല്ല. 3.5 വർഷത്തിന് ശേഷമാണ് യൂദയുടെ ജീവിതത്തിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായത്. അവസാനം മത്തായി 26:14, 16 ഒക്കെ വായിക്കുമെന്ന് കാണാം. അവൻ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദാ ഇസ്കര്യോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. കർത്താവിൻ്റെ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെ എല്ലാം പണസഞ്ചി നിന്ന് പൈസ അവൻ അപഹരിച്ചിരുന്നു. എന്നിട്ടും തികയാത്തോണ്ട്, എന്നിട്ടും അവൻ്റെ ആർത്തി കൊണ്ട് യേശുവിനെ പോലും 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ തയ്യാറായി. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. 1 തിമോത്തിയോസ് 6:10, ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ദ ഈവിൾ. ഞാൻ പൈസയ്ക്കെതിരല്ല, ഞാൻ സമ്പത്തിനെതിരല്ല. എത്ര സമ്പത്ത് നിങ്ങൾ നേടാൻ പറ്റുമോ അത്രയും സമ്പത്ത് നിങ്ങൾ നേടണം. പക്ഷേ യേശുവായിരിക്കണം നിങ്ങളുടെ ഒന്നാമത്. യേശുവായിരിക്കണം ജീവിതത്തിൽ ഒന്നാമത്. നമ്മൾ എന്തിനാ സമ്പത്ത് നേടുന്നത്? നമുക്ക് അൾട്രാ ലക്ഷറിയസ് ലൈഫിന് വേണ്ടി ആയിരിക്കരുത്. അങ്ങനെ ഒരു മനോഭാവത്തോടെയാണെങ്കിൽ അതേ മനോഭാവം തന്നെയാണ് യൂദയുടെ. ഒരു തരത്തിൽ ഒരു കോയിൻ്റെ ഒരു വശം അല്ലെങ്കിൽ മറ്റൊരു വശം, 2 വശങ്ങൾ പോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് യേശു ആയിരിക്കണം, അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. യേശു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്. യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആയിരിക്കണം നമുക്കുണ്ടാകുന്ന സമ്പത്ത്. കർത്താവ്, ഇതെങ്ങനെ അങ്ങയുടെ രാജ്യത്തിൽ എനിക്ക് വിതയ്ക്കാൻ പറ്റും, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയും, ഇതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ചിന്താഗതിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗം നടത്തിയിരിക്കും. 3.5 വർഷം ഇദ്ദേഹം കൂടെ നടന്നു. അൺചെക്ഡ് ആയിട്ടുള്ള സിന്നുകൾ ഇറ്റ്സ് ഗ്രോസ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. നമ്മളൊരു പാപം ചെയ്തു, അത് അൺറിപ്പൻ്റായിട്ട് നിന്നാൽ അല്ലെങ്കിൽ അൺകൺഫസ്ഡ് ആയിട്ട് ദൈവത്തോട് ആ ക്ഷമ ചോദിക്കാതെ നടന്നാൽ ഹല്ലേലൂയ അവസാനം സംഭവിക്കുന്ന ഫറവോൻ്റെ ഹൃദയം കഠിനമായി നമുക്ക് വായിക്കാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ ഹൃദയം വീണ്ടും കൂടുതൽ കഠിനമായി. ഇദ്ദേഹം പൈസ മോഷ്ടിച്ചിരുന്നു, പക്ഷെ അത് തികയാത്തത് കൊണ്ട്, ആ പൈസയോടുള്ള ഗ്രീഡ് കൊണ്ട് വീണ്ടും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിലേക്ക് വരെ എത്തി.
ഇറ്റ്സ് ലീഡ് ടു ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഇൻ ഹിസ് ലൈഫ്. യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം കലങ്ങും. ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. ഞാനും ഈ മെസ്സേജ് എടുക്കുന്ന തൊട്ട് മുമ്പേ അത് ചിന്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും കർത്താവെ എനിക്ക് ഇത്രയും അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് പൂർണ്ണമായി സറണ്ടർ ചെയ്യാം. അൺറിപ്പൻറ്റഡ് ആയിട്ടുള്ള സിന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട് കർത്താവെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഡിക്ഷൻ ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങൾക്കത് നിങ്ങളുടെ എഫോർട്ടിൽ കഴിയില്ലായിരിക്കാം. കർത്താവെ, ഇതെനിക്ക് പറ്റിപ്പോയി, ഞാൻ തെറ്റുകാരനാണ്. നമുക്ക് ഒരിടത്തും കാണാൻ കഴിയുന്നില്ല യൂദ റിപ്പൻ്റ് ചെയ്തതായിട്ട്. യൂദയ്ക്ക് ഏറ്റവും അവസാനം യേശുവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ കുറ്റബോധം ഉണ്ടായി. കുറ്റബോധവും പശ്ചാത്താപവും രണ്ടാണ്. വേർഡ്ലി സോറോ ഇസ് നോട്ട് ട്രൂ റിപ്പൻറ്റൻസ്. മത്തായി 27 അധ്യായം 3-4 വായിക്കുമ്പോൾ അവൻ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത് എന്ന് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ഇവിടെ നമുക്ക് വാസ്തവത്തെ കാണാം. ഒരു വേൾഡിയായിട്ടുള്ളൊരു സോറോ ആണ് അല്ലെങ്കിൽ വാസ്തവത യൂദയ്ക്ക് ഉണ്ടായത്. വേൾഡ്ലി സോറോ ഇസ് നോട്ട് റിപ്പൻറ്റൻസ്. ഹല്ലേലൂയ. നമുക്ക് വേൾഡ്ലി ആയിട്ടുള്ള സോറോ അല്ല. ഇതുപോലത്തെ ഒരു പാപം തന്നെയാണ് പത്രോസും ചെയ്തത്. പത്രോസും യേശുവിനെ തള്ളി പറഞ്ഞായിട്ട് കാണാം. പക്ഷേ പത്രോസ് യേശു ഒരു നോട്ടം നോക്കിയപ്പോൾ പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. ഹൃദയം തകർന്ന മനസ്സോടെ പൊട്ടിക്കരഞ്ഞു. ഞാൻ യേശുവിനെയാണല്ലോ തള്ളിപ്പറഞ്ഞത്, ഞാൻ യേശുവിനോടാണല്ലോ പാപം ചെയ്തത്, യേശുവിൻ്റെ വചനത്തെയാണല്ലോ അനുസരിക്കാതിരിക്കുന്നത്. ഒരു പൊട്ടിക്കരയുന്ന ഹൃദയം. that brings restoration in our life. True repentance, ഹൃദയത്തിൽ നിന്നുള്ള true repentance brings forgiveness and hope in our life. Each and every choices we make has eternal consequence. യേശു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. ലോത്തിൻ്റെ ഭാര്യയെ നമുക്ക് നോക്കാം. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ആ സോദോം ഗോമോറയിലെ അവരുടെ ആ ഒരു സമ്പത്തിനെ, അവിടുത്തെ ഒരു പ്രോസ്പെരിറ്റിയെ വിട്ട് പുറത്തു പോരാൻ മനസ്സിലായിരുന്നു. അവർ പുറത്ത് പോന്നിട്ടും ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞിരുന്നു നീ തിരിഞ്ഞു നോക്കരുത്. പക്ഷേ അവൾക്കത് ആ ഒരു വേൾഡിയായിട്ടുള്ള പ്ലഷർ, ആ വേൾഡിയായിട്ടുള്ള ഒരു നന്മ, ഒരു വിട്ട് കളയാൻ മനസ്സില്ലാതെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പ് തൂണായിപ്പോയി എന്നൊക്കെ കാണാം. യൂദായുടെ നോക്കി വെറും ഒരു 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. പക്ഷെ അവിടെ നിന്നാണോ അത് തുടങ്ങിയത്? നമ്മൾ ചെറിയ ചെറിയ പാപത്തിൽ നിന്നാണ് അല്ലെങ്കിൽ വലിയ പാപത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ഹി ബിട്രേഡ് ക്രൈസ്റ്റ് ഫോർ ജസ്റ്റ് ടെമ്പററി ഗെയിൻ ആൻഡ് ഹിസ് സോൾ വാസ് എറ്റേണലി ലോസ്റ്റ്. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലോ അവൻ്റെ സോൾ, അവിടെ ആത്മാവെന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ബട്ട് ഇംഗ്ലീഷിലെ സോൾ, അവൻ്റെ സോളിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് മാത്രമല്ല, ഈ പറയുന്ന എനിക്ക് കൂടിയുള്ള ഒരു മെസ്സേജാണ്. ഞാനൊരു സംഭവ കഥ കേട്ടിട്ടുണ്ട് പണ്ട്, എത്ര വർഷങ്ങൾക്ക് മുമ്പെന്നറിയാം. പക്ഷെ ഒരു സംഭവ കഥ, ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ റഷ്യയിൽ സംഭവിച്ച, കമ്മ്യൂണിസ്റ്റ് ഭരണം അതിൻ്റെ 1990-നൊക്കെ മുമ്പ് ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. അന്ന് ഈ സുവിശേഷ വിരോധികളായ, വാസ്തവത്തിൽ അവിടെ സുവിശേഷ വിരോധികളാണ് ഇന്നും. അതേ, ചൈന പോലെ ഒരു രാജ്യമാണ്, സുവിശേഷത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. സുവിശേഷം പറഞ്ഞ 40 പേരെ അവർ പിടിച്ചു നിർത്തി, അവരെ ജയിലിലാക്കി. അത് കഴിഞ്ഞ് ഒരു ദിവസം അവരെ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന, ഹല്ലേലൂയ സ്തോത്രം, വലിയ മഞ്ഞ് പെയ്യുന്ന, നിങ്ങൾക്കറിയാം റഷ്യയൊക്കെ നല്ല കൊടും തണുപ്പ്, ശൈത്യമുള്ള രാജ്യമാണ്. മഞ്ഞ് പെയ്യുന്ന ഒരു കാലാവസ്ഥയിൽ ഹല്ലേലൂയ ജയിലിനെ പുറത്ത് കൊണ്ടുപോയി 40 പേരെ നിരത്തി നിർത്തി. എന്നിട്ട് പറഞ്ഞു, യേശുവിനെ നിങ്ങൾ പറയുന്ന സുവിശേഷം തെറ്റാണെന്ന്, നിങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ഇവിടെ വെച്ച് വി വിൽ കിൽ യു. തോക്കിൻ മുനയിൽ നിർത്തിയിട്ടാണ് അവരോട് ഇത് പറയുന്നത്. ഓരോ വ്യക്തികൾ 1, 2, 3 ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരെല്ലാവരും യേശുവിനെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞു. അവരെ ഓരോരുത്തരെയും കൊല്ലുന്നു കണ്ടു. 40ാമത്തെ പേര്, ഹല്ലേലൂയ, 40ാമതെത്തിയവൻ, അതിൽ ഒരാൾ യേശുവിനെ തള്ളി പറയാൻ തയ്യാറായി. നിങ്ങൾക്കറിയോ, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററിയുടെ ഒരു കമാൻഡറായ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം അതിൻ്റെ ഓപ്പണായിട്ടൊരു വിഷൻ കാണുകയാണ്. 40 കിരീടങ്ങൾ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തു നിന്ന് ഈ നിൽക്കുന്ന ആൾക്കാരെ മുന്നിൽ വെച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല, ഇതൊരു എറ്റേണൽ പ്രതിഫലമുള്ള ഒരു കാര്യം, ഇത് അത്ഭുതമാണ്, ഒരു സംഭവമാണ്. ഹല്ലേലൂയ. ഇദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ തോന്നി. അതേ സമയം തന്നെ ആ കൂട്ടത്തിലുള്ള 40 പേരിൽ ഒരുവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. നിങ്ങൾക്ക് അറിയാം സംഭവിച്ചത് എന്താണെന്ന്. 39 പേരുടെ തലയുടെ മുകളിൽ, ഹല്ലേലൂയ സ്തോത്രം, ഈ കിരീടങ്ങൾ ആത്മമണ്ഡലത്തിൽ വന്നിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഈ കമാൻഡർ ഇൻ ചീഫ്, ലൂക്കോസ് 17-ാം അധ്യായം 32-33. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിതത്തിന് അപ്പുറമായൊരു ജീവിതമുണ്ട്. അതാണ് എറ്റേണൽ ലൈഫ്. ദർ ഇസ് എറ്റേണൽ ലൈഫ് ആൻഡ് ദർ ഇസ് എറ്റേണൽ ഡെത്ത്. നിങ്ങളുടെ ആത്മാവിന് ഒരു മരണമില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. ചില ആൾക്കാർ പറയാറുണ്ട് പിശാചില്ല, നരകമില്ല. ചില പാസ്റ്റേഴ്സ് പറയാറുണ്ട് നരകമില്ല. ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു നരകവും സ്വർഗവും ഉണ്ട്. യോഹന്നാൻ 3-ാം അധ്യായം നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് വായിക്കുക. ദർ ഇസ് എറ്റേണൽ ലൈഫ്. യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 35. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. യോഹന്നാൻ 3:15. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്ന ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ചിലർ പറയാണ്ട് ദൈവസ്നേഹമാണ്, അതുകൊണ്ട് ദൈവം ന്യായം വിധിക്കില്ല. ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് 100 വാണിങ്സ് നമുക്ക് കാണാം. യേശുക്രിസ്തുവാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ലോകത്തെ ഏറ്റവും കൂടുതൽ പറഞ്ഞ വ്യക്തി. നരകത്തെക്കുറിച്ച് പറഞ്ഞ യേശുവാണ്. ദർ ഇസ് 100%. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയാനിടയായി, നരകമില്ല, ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ, ഇത് മാറ്റമില്ലാത്തൊരു വചനമാണ്. ദിസ് ഇസ് എറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണത്. സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന വചനം. ഈ വചനം ഇനി മാറിപ്പോലും, ആകാശം ഭൂമി മാറിയാലും വള്ളി പുള്ളി ഇതിൻ്റെ മാറില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ വചനങ്ങൾ അഴിഞ്ഞു പോകത്തില്ല. ആകാശം ഭൂമിയും തീക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ ഒരു നാൾ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അന്ത്യനാളിൽ ഈ വചനം തന്നെ നമ്മളെ ഹല്ലേലൂയ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ എന്നോട് തന്നെ പറയാ, ഇത് എനിക്കുള്ള വാണിംഗാണ്, നിങ്ങൾക്കുള്ള ഒരു വാണിംഗാണ്. ഹല്ലേലൂയ സ്തോത്രം. ഗോഡ് ലവ്സ് യു, വി ലവ് യു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടണം, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം. എൻ്റെയൊക്കെ എല്ലാ ആഗ്രഹത്തെക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയല്ലേ സ്വന്തം പുത്രനെ ദൈവം നമുക്ക് വേണ്ടി നൽകിയത്, ക്രൂശിൽ മരിപ്പാൻ. ആ കർത്താവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിന്തിച്ച വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഹല്ലേലൂയ ഓർമ്മയിൽ വെക്കാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ വചനം അനേകർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഷെയർ ചെയ്യുക. ഹല്ലേലൂയ. സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുക. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ബ്ലെസ് യു ഓൾ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.